ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും കെ പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ അമ്മമാൻ്റെ സ്പെഷ്യൽ ഒരു തുണിപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ അത് നമ്മൾ പൊടിച്ചിട്ടുള്ള പൊടി കൊണ്ട്, പുട്ടുപൊടിയൊന്നുമല്ല കേട്ടോ, സാധാ പൊടിച്ച പൊടി കൊണ്ട്, പച്ചരി കഴുകി ഉണക്കി പൊടിച്ച പൊടി കൊണ്ടാണ് കേട്ടോ അമ്മമ്മ പുട്ടുണ്ടാക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊക്കെ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ബലമായിരിക്കുമല്ലോ, പുട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ കഴിക്കാൻ. പക്ഷേ ഇതെന്താണെന്ന് അറിയില്ല, ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല സോഫ്റ്റുമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം അമ്മമ്മ അതാ പൊടിയൊക്കെ കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ പൊടി കൊണ്ട് കുതിർത്തി വരുമ്പോൾ തന്നെ ഓരോ വലിയ വലിയ ഓരോ ഉരുളകളായിട്ടേക്കാരും കിട്ടുക. അപ്പോൾ ഇതൊക്കെ നല്ല നമ്മൾ പുട്ടുപൊടി കുതിർത്തിയ മാതിരി തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പൊടിയൊക്കെ അവിടെ കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു കലത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് കനം കുറഞ്ഞൊരു തുണി കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ആ വെള്ളം അടുപ്പിൽ വെച്ചിട്ട് തിളക്കുമ്പോൾ അതിൻ്റെ മേലെ കേട്ടോ ഈ നനച്ച് വെച്ചിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കലത്തിൻ്റെ മുഖമൊക്കെ നല്ല പോലെ മൂടി കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയമ്മ അതൊരു കയറെടുത്തിട്ട് കെട്ടിയിട്ട് റെഡിയാക്കിയിട്ട് വെക്കട്ടോ. പിന്നെ ഇതിൽ നിന്ന് തിളക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ആവി ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പോഴാണ് അതിക്ക് പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അത് വെന്തോ കുറച്ച് ടൈം വേവാനുണ്ട് തോന്നുന്നുണ്ട്. എന്നിട്ട് പിന്നെ അത് വെന്തതിൻ്റെ ശേഷം എടുത്തിട്ട് നമ്മൾ തേങ്ങ ചിരവിയതൊക്കെ അങ്ങനെ പച്ചക്കന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ പുട്ടുകുറ്റിയിൽ തേങ്ങയൊക്കെ ഇട്ടിട്ടല്ലേ ഉണ്ടാക്കുക. അപ്പോൾ വെന്ത തേങ്ങ ആവുമല്ലോ. ഇത് ഈ പച്ച തേങ്ങ ഇങ്ങനെ ഈ ചൂട് കൊടുക്കാൻ അതിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ പുട്ടൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇനും നമ്മൾ കുറ്റിയിലൊക്കെ പുട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയെടുക്കണ്ടേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരൊറ്റ പ്രാവശ്യം തന്നെ ഇങ്ങനെ ആക്കിയെടുക്കുക. കുറച്ച് വലിയ പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ മൂടി കെട്ടിയിട്ടൊക്കെ ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അമ്മമ്മ പറയുകയാണ് ഇപ്പോഴല്ലേ പുട്ടും കുറ്റിയും പിന്നെ ചിരട്ടപ്പുട്ടിൻ്റെ ഇതൊക്കെ ഉണ്ടായത്, ഞാൻ പണ്ടൊക്കെ അങ്ങനെ തന്നെ പുട്ടുണ്ടാക്കിയിരുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാൽ ഒന്ന് ഉണ്ടാക്കി തരീന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ തീയൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് തേങ്ങയും കൂടെ ചിരവി വെക്കുകയാണ് കേട്ടോ. പിന്നെ വെള്ളം തിളച്ചിക്കണു, ആവി വരുന്നുണ്ട് പറഞ്ഞു ഞാൻ. അപ്പോൾ അത് വന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് പുട്ടോളോട്ട് ഉണ്ടാക്കിയിട്ട് നനച്ച പൊടി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല, 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാനുള്ളതുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം കണ്ടോ വെള്ളം തിളച്ചപ്പോൾ ആവി ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ വരികയാണ് കേട്ടോ. അപ്പം മമ്മതാ പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നനച്ച പൊടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ നനച്ചതിൻ്റെ പകുതി പൊടി അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്നിച്ച് കൂടി നിൽക്കാൻ പറ്റൂല അത്ര, അതൊന്നിങ്ങനെ പരത്തി കൊടുത്തിട്ട് ഒന്ന് കനം കുറച്ച് കൊടുക്കണം. എന്നിട്ട് പിന്നെ നല്ല മൂടിയിരിക്കണം പാത്രം കൊണ്ട് തന്നെ കമിഴ്ത്തി അടച്ചൊക്കെ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വലിയൊരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചോളുണ്ട്. എന്നാലും ഒന്നിങ്ങനെ പരത്തി കൊടുത്താൽ പെട്ടെന്ന് ആവി കയറിയിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ചെറിയൊരു കുടുക്കൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചോറ് വെക്കണ കുടുക്കന്നെ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തതുപോലെ നല്ല മൂടി നിൽക്കണ ഒരു പാത്രം കൊണ്ട് കമഴ്ത്തി അടച്ചു വെക്കും വേണം കേട്ടോ. ഒരു 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലപോലെ തീയും കത്തുന്നുണ്ട്. നമ്മൾ സ്റ്റൗവിൽ ഗ്യാസിലൊക്കെ വെക്കണേക്കാളും സുഖമായിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഒരുപോലെ തീ കത്തുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ തിളച്ച് വന്നിട്ട് അങ്ങനെ റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ കണ്ടോ നല്ല പോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. പുട്ട് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി അടച്ച് വെച്ചതായിരുന്നു. പിന്നെ മമ്മതാ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തുക്കണം. നമ്മൾ പുട്ട് ഉടച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. നമ്മളിങ്ങനെ സാധാ പൊടി കൊണ്ട് പുട്ട് ചുടുമ്പോൾ എന്തായാലും പിന്നെ പുട്ട് ഒരു ഭയങ്കര ഒരു ഉറപ്പുമായിരിക്കും. പിന്നെ കഴിക്കാനും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. നല്ലൊരു സോഫ്റ്റും ഉണ്ട് കേട്ടോ. നല്ല വലിയ വലിയ ഉരുളകളൊന്നും അല്ലാതെ നല്ല പൊടി പൊടിയായിട്ട് നമ്മൾ പുട്ടുപൊടി കൊണ്ട് പുട്ടുണ്ടാക്കി അതേ രൂപത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. പുട്ടൊക്കെ അമ്മമ്മ അതിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിക്ക് തേങ്ങ ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പം ഞാൻ അമ്മമ്മനോട് പറയണം കൊടുക്കൊക്കെ അവിടെ ഇരുന്നോട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് വരി പറയാണ് കേട്ടോ. എന്നിട്ട് അതാ പുട്ടിക്ക് തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ചായക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പാക്കും കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എല്ലാവർക്കും ഒന്നും കഴിക്കാണ്ടാവില്ല. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് പുട്ട് പറ്റാത്തതുകൊണ്ട് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് മമ്മക്ക് ദോശയൊന്നും പറ്റില്ല, അപ്പോൾ പുട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് നിങ്ങളെന്നാൽ തുണിപ്പുട്ടൊന്നും ഉണ്ടാക്കി തരുമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ കുറച്ച് വലിയ കട്ടകളൊക്കെ ഉള്ളത് മമ്മ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
നമ്മളിപ്പോൾ ചിരട്ടപ്പുട്ടിൻ്റെ ഇതൊക്കെ വാങ്ങിയിട്ട് അതിലൊക്കെയാണല്ലോ ഇപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുക. പെട്ടെന്നുണ്ടല്ലോ കുക്കറിൻ്റെ മുകളിൽ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ പുട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. കുറ്റിയിലൊന്നും അങ്ങനെ തേങ്ങയും പൊടിയും വാരിയിട്ടിട്ടൊന്നും ഉണ്ടാക്കിയെടുക്കണ്ടല്ലോ. പക്ഷേ ഇതതിലും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കട്ടോ. അപ്പോൾ അത് അമ്മമ്മ ചായ കുടിക്കുകയാണ്, പുട്ടൊക്കെ എടുത്തിട്ട് ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുകൊണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു. അസ്സലാമു അലൈക്കും.